ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ ഹെയർ ഉണ്ടല്ലോ സ്ട്രെയിറ്റും അല്ല കേളിയല്ല. അപ്പം ഞാൻ ലാസ്റ്റ് ടൈം ജനുവരിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു, ബ്രസീലിയൻ ബൊട്ടോക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സിറ്റിങ് ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു കേട്ടോ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്. ഞാൻ എന്തിനാ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ചാൽ, രാവിലെ പോകുന്ന സമയത്ത് വോയിസ് കൊടുത്തപ്പം കിളികളും പക്ഷികളും എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ പിന്നെ വോയിസ് ഓവർ തന്നെ നടക്കുകയുള്ളൂ. ഞാൻ പോണത് തിരുവല്ലയിലേക്കാണ് കേട്ടോ, സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിലേക്ക്. ഇവർക്ക് വേറെയും കുറേ ബ്രാഞ്ച് ഉണ്ട്, പക്ഷേ ഞാൻ പോണത് തിരുവല്ല, എനിക്കതാണ് അടുത്ത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ബസ്സിനാണ് പോണത്. കാരണം എല്ലാവരെയും കൂടി കൂട്ടിപ്പോയാൽ 3-4 മണിക്കൂർ അവിടെ അവർ പോസ്റ്റ് ആവേണ്ടി വരും. എന്നെ സിയോ ചേട്ടൻ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യും കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമായിട്ട് ബസ്സിലിങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോണേ. അത് ബസ്സിൽ വിൻഡോ സീറ്റും ഒരു പാട്ടൊക്കെ ഇട്ട്, അവർ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാനിതിൽ മ്യൂട്ട് ചെയ്ത് വെറുതെ എന്തെന്നെ കോപ്പിറൈറ്റ് വാങ്ങിച്ചെടുക്കുന്നത് അല്ലേ. പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. അപ്പോൾ ദേ ഞാൻ ക്ലിനിക്കിലെത്തി കേട്ടോ. ഇത് എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് തിരുവല്ല മുത്തൂർ ആൽത്തറ ജംഗ്ഷനിലാട്ടോ ഇവരുടെ ഈ ഒരു ക്ലിനിക്ക് വരുന്നത്. ഇൻസ്റ്റാ പേജ് ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു 3-4 മണിക്കൂറത്തെ പ്രൊസീജിയർ കേട്ടോ. ഫസ്റ്റ് പ്രൊസീജിയർ ഹെയർ ട്രീറ്റ്മെൻറ്റിന് എന്തിനും എടുക്കുന്ന ആ ഒരു ഫസ്റ്റ് പ്രൊസീജിയർ തന്നെ ഹെയർ വാഷിങ്. ഹെയർ വാഷ് ചെയ്യുക, എന്നിട്ട് അവർ അത് ഡ്രയർ വെച്ച് ഉണക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അവരുടേത് ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് എന്നാണല്ലോ പറയണേ. അതിൻ്റെ ഒരു ക്രീം അപ്ലൈ ചെയ്യും. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് നല്ല ഹെയർ ഫോൾ ആയിട്ടോ. പോസ്റ്റ്മോർട്ടം ഹെയർ ഫോളില്ലേ, അത് തലയിൽ മുടിയേ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു ദിവസം ഇവരുടെ പേജ് കണ്ടത്. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഒരു തവണ ചെയ്തപ്പോൾ ഓക്കെ, ഹെയറിന് നല്ല ലെങ്തൊക്കെ വെക്കുന്നുണ്ട്. തിക്നെസ് എനിക്ക് അറിയില്ല, ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. ഇതുപോലെ നമ്മുടെ തലയിൽ അവർ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് 1 അവർ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും കേട്ടോ. എൻ്റെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ എന്തൊക്കെയോ ചെയ്യും അവർ. എന്നോട് വീഡിയോ എടുക്കാൻ പറയാം കേട്ടോ ചേച്ചി, അതായത് കൊമ്പൊക്കെ ഉണ്ടല്ലോ വീഡിയോ ഒക്കെ എടുത്തോന്ന് എന്നോടിങ്ങനെ പറഞ്ഞു കേട്ടോ. നല്ല സ്റ്റാഫാണ് കേട്ടോ അവിടുത്തെ, ഫ്രണ്ട്ലി ആയിട്ടുള്ള. അതേപോലെ മാഡത്തിന് ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് സിറ്റിങ്ങിൽ പോകുമ്പം കാണാൻ പറ്റിയ നന്നായിരുന്നു. നോക്കാം. പിന്നെ എൻ്റെ ഹെയർ ഫോൾ അല്ലേ, സ്കാൽപ്പ് തിന്നിങ്ങിന് എനിക്ക് ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഹെയർ നല്ലോണം ലെങ്ത്ത് വെച്ചായിരുന്നു കേട്ടോ, പെട്ടെന്ന്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. എന്നെപ്പോലെ ഫ്രിസി ആയിട്ടുള്ള, അല്ലെങ്കിൽ കേളിയല്ല സ്ട്രെയിറ്റും അല്ല, ഒരുമാതിരി കിടക്കുന്ന മുടികൾക്കൊക്കെ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനത്യാവശ്യം ആഫ്റ്റർ കെയർ ഉണ്ട് കേട്ടോ. ആഫ്റ്റർ കെയർ നല്ലപോലെ ചെയ്താൽ നല്ലപോലെ നമുക്ക് ലാസ്റ്റ് ചെയ്യും. എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് എന്നെ കാണാൻ, സുന്ദരിയായിട്ടില്ലേ? വെറുതെ പറഞ്ഞാൽ എൻ്റെ മുടി കട്ട് ചെയ്യില്ലേ എന്ന് ഞാൻ പറയാം. കാരണം എനിക്ക് ഉള്ള ലെങ്ത് അവിടെ ഇരുന്നോട്ടേ എന്ന് ഞാൻ പറയാം കേട്ടോ. കുറച്ച് എങ്ങാനും പൊടിക്ക് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് കട്ട് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ മുടി ലെങ്ത് അവിടെ ഇരുന്നോട്ടേ എന്ന്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ വീട്ടിൽ പോവാം. അതിന് മുമ്പ് കുറച്ച് നമുക്ക് ഷോ കാണിക്കാം അല്ലേ, ചുമ്മാ. എനിക്കിഷ്ടമായി. അന്ന് നമ്മൾ ചെയ്ത കളറില്ലേ, അതിപ്പോൾ നല്ല രീതിയിൽ ഹൈലൈറ്റായി വന്നു കേട്ടോ. പണ്ട് കേളി ഹെയർ ആയിരുന്നപ്പോൾ അത്ര അറിയാമായിരുന്നു, ഇപ്പോൾ സ്ട്രെയിറ്റ് ആയപ്പോഴത്തേക്കും ഫുള്ള് വന്നു. ഇത് ആഫ്റ്റർ കെയർ ആട്ടോ, ഷാമ്പൂ, കണ്ടീഷണർ, പിന്നെ ഒരു സിറം. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു സിറത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, അത് ഇവരുടെ സിറമായിരുന്നു കേട്ടോ. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ കാറ്റൊന്നും കൊള്ളിക്കരുതെന്ന് പറഞ്ഞ് ഞാനൊരു ഷോളൊക്കെ കരുതിയിരുന്നു. അത് തലയിലിട്ടിട്ട് ഞാൻ പോണത്. പിന്നെ രാവിലെ ഒരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഫുഡ് കഴിച്ചിട്ടില്ല, നമുക്ക് ഫുഡ് മുഖ്യമാണല്ലോ. അടുത്തൊരു ഇന്ത്യൻ കോഫി ഹൗസ് കണ്ട് അവിടെ കയറി ചോറ് ഓർഡർ ചെയ്ത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ബസ്സിൽ കയറി വന്നപ്പം എന്നെ പിക്ക് ചെയ്യാൻ സിയോ ചേട്ടൻ വന്നു. മഴ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മുടിയൊക്കെ അയച്ചിട്ടിട്ട് സിയോ ചേട്ടനെ കുറച്ച് നേരം ഷോ കാണിച്ചു കേട്ടോ. അതൊക്കെയല്ലേ നമ്മുടെ ഒരു രസം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ബൈ. അതെ.